ഏവർക്കും ക്രിസ്മസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും നാളെ നടക്കുന്ന മാത്തമാറ്റിക്സ് എക്സാമിനേഷന് വേണ്ടി എല്ലാ കാര്യങ്ങളും പഠിച്ച് പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ അവസാന വട്ട റിവിഷൻ നടത്തുന്ന സമയം ആകാനാണ് സാധ്യത. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ് ഇന്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സും ഇക്വേഷൻസും ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നു. അതുപോലെ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ടുള്ള വെക്ടർ ആൾജിബ്ര, 3 ഡയമെൻഷണൽ ജോമെട്രി, ഈ 2 ചാപ്റ്ററിലെ കീ പോയിന്റ്സും ഇക്വേഷൻസും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓൾറെഡി ആദ്യ 6 ചാപ്റ്ററിന്റെ കീ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. തീർച്ചയായും നാളെ നടക്കുന്ന മാത്തമാറ്റിക്സ് എക്സാമിനേഷന് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ആൻഡ് ഇക്വേഷൻസ്. സോ നമുക്ക് ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ചാപ്റ്റർ നമ്പർ 7 ഇന്റഗ്രൽസ്. സോ ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്, മസ്റ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില സ്റ്റാൻഡേർഡ് ഫോർമുല. ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ x raised to n dx equal to x raised to n plus 1 by n plus 1 plus c, where c is called integration constant, where n not equal to -1. n equal to -1 ആകുമ്പോൾ ഈ റിസൾട്ട് ട്രൂ അല്ല. സോ ഇന്റഗ്രൽ x raised to n equal to എന്താണ് ഫോർമുല? x raised to n plus 1 by n plus 1. ഇന്റഗ്രൽ x raised to 5 വന്നാൽ ആൻസർ x raised to 6 by 6 plus c എന്ന് എഴുതാം. ഇന്റഗ്രൽ x raised to 1/2 ആണെങ്കിൽ x raised to 1/2 plus 1 by അതേ നമ്പർ 1/2 plus 1, അതാണ് x raised to 3/2 by 3/2 എന്ന് പറയുന്നത്. x raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് x. സോ മറ്റൊരു ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്റഗ്രൽ റൂട്ട് x എന്താണ്? x raised to 3/2 by 3/2. നെക്സ്റ്റ് ഇന്റഗ്രൽ 1 dx that is equal to x plus c. അല്ലെ, എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 1. എങ്കിൽ ഇന്റഗ്രൽ 1 എന്ന് പറയുന്നത് എന്താണ്? എക്സ്. അങ്ങനെ ഓർത്തിരിക്കുന്നതാണ് എളുപ്പം. ഇന്റഗ്രൽ 1/x² that is -1/x. 1/xന്റെ ഡെറിവേറ്റീവ് -1/x². എങ്കിൽ ഇന്റഗ്രൽ 1/x² -1/x. ഇന്റഗ്രൽ e raised to x. ഇന്റഗ്രൽ 1/x എന്ന് കേട്ടാൽ മനസ്സിലേക്ക് ഓടി വരണം 1/x ആരുടെ ഡെറിവേറ്റീവ്? log x ൻ്റെത്. അതുകൊണ്ട് ഇന്റഗ്രൽ 1/x എന്താണ്? log x. log mod x എന്ന് പറയും. നെക്സ്റ്റ് ഇന്റഗ്രൽ sin x എന്താണ്? മൈനസ് cos x. ഇന്റഗ്രൽ cos x എന്താണ്? പ്ലസ് sin x. അല്ലെ, sin x ന്റെ ഡെറിവേറ്റീവ് cos x, എങ്കിൽ ഇന്റഗ്രൽ cos x sin x എന്ന് പറയും. ഇന്റഗ്രേഷൻ ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്നാണ്. ഇന്റഗ്രൽ tan x കാണാതെ പഠിക്കണം. log മോഡുലസ് ഓഫ് sec x അല്ലെങ്കിൽ മൈനസ് log mod cos x എന്നും പറയാറുണ്ട്. ഇന്റഗ്രൽ cot x log sin x. cot എന്ന് പറഞ്ഞാൽ cos by sin. താഴെ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ലോഗ് മോഡുലസ് ഓഫ് താഴെ ഇരിക്കുന്നത് കോട്ട് കോസ് ബൈ സൈൻ, ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്ന സൈൻ എക്സ്. അത് ഓർത്തിരിക്കാൻ പറഞ്ഞു എന്ന് മാത്രം, കാണാതെ പഠിക്കുകയാണ് നല്ലത്. ഇന്റഗ്രൽ സീക്ക് എക്സ് പഠിക്കേണ്ട ഒരു ഫോർമുലയല്ല, ടെക്സ്റ്റിലുള്ളത് കൊണ്ട് എഴുതിയെന്ന് മാത്രം. ഇന്റഗ്രൽ സീക്ക് എക്സ് എന്താണ്? ലോഗ് മോഡുലസ് ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത മറ്റൊരു ഫോർമുല ഇന്റഗ്രൽ കൊസീക് എക്സ് ഡി എക്സ്, ലോഗ് മോഡുലസ് ഓഫ് കൊസീക് എക്സ് മൈനസ് കോട്ട് എക്സ്. ഈ 2 ഫോർമുലയും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഇന്റഗ്രൽ sec² x dx, ആരുടെ ഡെറിവേറ്റീവ് ആണ്? c² x tan x. സോ ഇന്റഗ്രൽ c² x tan x. ഇന്റഗ്രൽ cosec² x ഇതുപോലെ ചിന്തിച്ചാൽ മൈനസ് കോട്ട് എക്സ് എന്ന് എഴുതാം. ഇന്റഗ്രൽ sec x tan x ആരുടെ ഡെറിവേറ്റീവ് ആണ്? sec x tan x, sec x ൻ്റെത്. സോ ഇന്റഗ്രൽ sec x tan x എന്താണ്? sec x plus e. ഇന്റഗ്രൽ cosec x cot x that is minus cosec x plus e. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ 1/√1 - x². ആരുടെ ഡെറിവേറ്റീവ് ആണ്? 1/√1 - x², സൈൻ ഇൻവേഴ്സ് x. സോ ആൻസർ സൈൻ ഇൻവേഴ്സ് x. ഇന്റഗ്രൽ -1/√1 - x² ആണെങ്കിൽ ഇവിടെ എന്ത് വരും? കോസ് ഇൻവേഴ്സ് x. ഇന്റഗ്രൽ 1/1 + x² dx, വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട്. ദാറ്റ് ഈസ് എന്താണ്? ടാൻ ഇൻവേഴ്സ് x. നെക്സ്റ്റ് -1/1 + x² ന്റെ ഇന്റഗ്രൽ കോട്ട് ഇൻവേഴ്സ് x. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ 1/x × √x² - 1 ദാറ്റ് ഈസ് sec ഇൻവേഴ്സ് x. മൈനസ് വന്നാൽ അത് കൊസീക് ഇൻവേഴ്സ് x എന്ന് പറയും. ഇന്റഗ്രൽ a raised to x ദാറ്റ് ഈസ് a raised to x by log a. ഇതും വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആണ്. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ k × f of x dx equal to k × ഇന്റഗ്രൽ f of x dx.
എ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റിനെ ഇന്റഗ്രൽസ് നിന്ന് ഔട്ട്സൈഡ് എടുക്കാം. അതായത് ഇന്റഗ്രൽ ടു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ടു കോൺസ്റ്റന്റ് മാറ്റി വെച്ചിട്ട് സൈൻ എക്സിനെ മാത്രം ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അതായത് 2 ഇൻറ്റു ഇന്റഗ്രൽ സൈൻ എക്സ് എന്ത് വരും? മൈനസ് കോസ് എക്സ്. ദെൻ പ്ലസ് സി കൊടുക്കുമ്പോൾ ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ആകും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. സം ഓഫ് ടു ഫംഗ്ഷൻസ് വന്നാൽ ഇന്റഗ്രൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡിഫറൻസ് ആണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ പ്ലസും മൈനസും വന്നാൽ ഇന്റഗ്രൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ വെരി വെരി ഇമ്പോർട്ടന്റ് വൺ, പ്രോഡക്റ്റ് റൂൾ, ബൈ പാർട്സ് റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്റഗ്രൽ u ഇൻറ്റു വി ഡി എക്സ് ഈക്വൽ ടു u ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ u ഡാഷ് ഇൻറ്റു ഇന്റഗ്രൽ വി ഡി എക്സ് ദെൻ അഗെയിൻ ഡി എക്സ്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പഠിക്കുന്നതാണ് നല്ലത്. ഇന്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ വന്നാൽ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, ദെൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഈ ആദ്യം എഴുതിയ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ദെൻ ഇവിടെ എന്താണോ എഴുതിയത് അതുപോലെ അകത്തെഴുതുക. ദെൻ ഈ ഇരിക്കുന്ന ഫംഗ്ഷനെ ഇന്റഗ്രേഷൻ ചെയ്യാൻ വിത്ത് റെസ്പെക്ട് എക്സ് ഓപ്പറേറ്റർ കൊടുക്കുക. ആ രീതിക്ക് മനസ്സിലാക്കുന്നതാണ് നല്ലത്. നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാൽ ഈ റൂള് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ബൈ പാർട്സ് റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ദെൻ ഇന്റഗ്രൽ ഓഫ് അടുത്ത് ഇവിടെ ഇരിക്കുന്ന ആദ്യത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ദെൻ ഇത് അതുപോലെ റീപ്ലേസ് ചെയ്യുക. ദെൻ അത് ഇന്റഗ്രേഷൻ ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് കൊടുക്കാൻ വേണ്ടി ഡി എക്സ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് വൺ, പലപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എ ഫംഗ്ഷൻ പ്ലസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്നാൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എന്താണ് ഇത്? ഇൻറ്റു ഇത്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഇപ്പൊ സപ്പോസ് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വന്നാൽ ആൻസർ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് വന്നാൽ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ കോസ് എക്സ്, എങ്കിൽ ആൻസർ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വൺ വേർഡ് ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് മറ്റൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഡയറക്റ്റ് ആയിട്ട് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ, ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇപ്പൊ നമുക്കറിയാം കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ്. കോട്ടെക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ബൈ സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ കോസ് എക്സ്. അതുകൊണ്ട് ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് എന്ന് പറയുന്നത് ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാം. കോസ് എക്സ് ബൈ സൈൻ എക്സ്, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് മേളിലിരിക്കുന്നത്. അപ്പൊ ലോഗ് മോഡുലസ് ഓഫ് സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ റൂട്ട് എഫ് ഓഫ് എക്സ്. ഡിനോമിനേറ്ററിൽ റൂട്ടിനകത്തിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ഇന്റഗ്രൽ 2 ഇൻറ്റു റൂട്ട് എഫ് ഓഫ് എക്സ്, 2 ഇൻറ്റു റൂട്ട് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് 1 ബൈ റൂട്ട് ഇത് എക്സ് എന്ന് അസ്യൂം ചെയ്യാം. ഇന്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ് എന്താണ് ഫോർമുല? 2 റൂട്ട് എക്സ്, 2 റൂട്ട് ഇൻറ്റു എക്സിന്റെ പ്ലേസിൽ എഫ് ഓഫ് എക്സ്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. 1 ബൈ എഫ് ഓഫ് എക്സിനെ എക്സ് എന്ന് അസ്യൂം ചെയ്താൽ 1 ബൈ എക്സിന്റെ ഇന്റഗ്രൽ ലോഗ് മോഡുലസ് ഓഫ് എക്സ്, എക്സിന്റെ പ്ലേസിൽ എഫ് ഓഫ് എക്സ് റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. എങ്കിലും ഫോർമുല നമ്പർ 25 ആണ് മോർ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വൺ, മസ്റ്റായിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഫോർമുലാസ്, 9 ഫോർമുലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. വെരി വെരി ഇമ്പോർട്ടന്റ്, മസ്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ 2a ലോഗ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. ഓർത്തിരിക്കാൻ പറഞ്ഞു എന്ന് മാത്രം. നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ 1 ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ തിരിച്ചെഴുതുക. ദെൻ ഫോർമുല 1 ബൈ 2a ലോഗ് മോഡുലസ് ഓഫ് ഇതിന്റെ ഫാക്ടേഴ്സ് എ പ്ലസ് എക്സ് ഇൻറ്റു എ മൈനസ് എക്സ്, എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് എന്ന് എഴുതുക.
സോ ഈ ഫോർമുലാസിൽ ആദ്യത്തത് മാത്രമാണ് വ്യത്യസ്തമായ ഒരു ഫോർമുല, ബാക്കി രണ്ടും ഒരേ ഫോർമാറ്റിലുള്ളതാണ്. അപ്പോൾ ഓർത്തിരിക്കാം, പ്ലസ് വരുമ്പോൾ 1/a tan inverse x/a, ബാക്കി രണ്ട് കേസിലും 1/2a log. ആദ്യത്തെ കേസാണെങ്കിൽ മോഡുലസ് ഓഫ് x മൈനസ് എ ബൈ എക്സ് പ്ലസ് എ, ഇവിടെയാണെങ്കിൽ മോഡുലസ് ഓഫ് എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ്. നെക്സ്റ്റ് ഇതേ കേസിൽ റൂട്ട് വന്നാൽ എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യും? ഇന്റഗ്രൽ 1/√x² പ്ലസ് a² dx. ഫോർമുല പഠിക്കാൻ എളുപ്പമാണ്. ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഈ ഫംഗ്ഷൻ അതുപോലെ √x² പ്ലസ് a². ഇന്റഗ്രൽ 1/√x² മൈനസ് a² വന്നാലും ഇതേപോലെ ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഇത് അതുപോലെ അവിടെ എഴുതുക. സോ തേർഡ് ഫോർമുലയാണ് വ്യത്യസ്തമായ ഒന്ന്. ഇന്റഗ്രൽ 1/√a² മൈനസ് x² വന്നാൽ ആൻസർ സൈൻ ഇൻവേഴ്സ് x/a. ഓർത്തിരിക്കുക, വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ഇന്റഗ്രൽ 1/√a² മൈനസ് x² വ്യത്യസ്തമായതാണ്, ഓർത്തിരിക്കേണ്ടത്. അത് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c. നെക്സ്റ്റ് 3 ഫോർമുലയിൽ ഈ 35ാമത്തെ ഫോർമുല ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് മസ്റ്റായിട്ട് പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് എലിപ്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും. ഈ വർഷത്തെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഏരിയ ഓഫ് സർക്കിൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് എലിപ്സ്. അത് ചെയ്യണമെങ്കിൽ ഈ ഫോർമുല അറിയണം. സോ ആദ്യം അത് തന്നെ പറയാം. ഇന്റഗ്രൽ √a² മൈനസ് x² dx ഈക്വൽ ടു x/2 ഈ ഫംഗ്ഷൻ അതുപോലെ പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a. ഇതിന്റെ 1/ വരുന്ന കേസിൽ സൈൻ ഇൻവേഴ്സ് x/a അല്ലേ, ആ കേസാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ ഇപ്പൊ തന്നെ പഠിച്ചോളൂ, x/2 ഈ ഫംഗ്ഷൻ അതുപോലെ പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a. നെക്സ്റ്റ് രണ്ട് കേസും വേണമെങ്കിൽ പഠിച്ചാൽ മതി, നിർബന്ധമില്ല. ഇന്റഗ്രൽ √x² പ്ലസ് a² dx x/2 ഇത് അതുപോലെ പ്ലസ് a²/2 വീണ്ടും ഈ കേസ് ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് √x² പ്ലസ് a². നെക്സ്റ്റ് വൺ ഇതേപോലെ ഇന്റഗ്രൽ √x² മൈനസ് a² dx x/2 ഇത് അതുപോലെ മൈനസ് a²/2 ബാക്കി ഈ കേസ് ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് √x² മൈനസ് a². ഇത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഇന്റഗ്രൽ ജസ്റ്റ് റൂട്ട് വരികയാണെങ്കിൽ ഈ ഫോമാറ്റിലാണെങ്കിൽ എന്താണ് ആദ്യത്തെ കേസ് എല്ലാം ഒരുപോലെ x/2 ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുക, x/2 ക്വസ്റ്റ്യൻ. ദെൻ ഇവിടെ a²/2 ആണ്. ഈ ഇതിൽ മാത്രം സെന്ററിൽ മൈനസ് വരും, ബാക്കി എല്ലാത്തിലും പ്ലസ് വരും. ബാക്കി ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മുകളിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ് അവിടെ എഴുതേണ്ടത്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പഠിക്കുക. 35th ഫോർമുല വെരി വെരി ഇമ്പോർട്ടന്റ്, മസ്റ്റ് ആയിട്ട് പഠിക്കുക. 36ാമത്തെ ഫോർമുല നമുക്ക് ആവശ്യമില്ല. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം ഈ വർഷം സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇഫ് ഇന്റഗ്രൽ f of x dx equal to capital F of x plus c, then integral a to b f of x dx equal to capital F of b minus capital F of a. അതായത് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ഈ അകത്തിരിക്കുന്ന ഫംഗ്ഷനെ ഇന്റഗ്രേഷൻ ചെയ്യുക, അപ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതിൽ എക്സിൽ ആദ്യം എന്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക. ദെൻ മൈനസ് എക്സിന് എന്ത് കൊടുക്കുക? ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ അകത്തിരിക്കുന്ന ഫംഗ്ഷനെ ഇന്റഗ്രേഷൻ ചെയ്യുക. ദെൻ എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് എക്സിന് ലോവർ ലിമിറ്റ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് ഡെഫിനിറ്റ് ഇന്റഗ്രലുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസ്. ഇന്റഗ്രൽ a to b f of x dx equal to ഇന്റഗ്രൽ a to b f of y dy. ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ വേരിയബിൾസ് ചേഞ്ച് ചെയ്താലും വിലയ്ക്ക് വ്യത്യാസം വരില്ല. ഇന്റഗ്രൽ 0 to π sin x dx കണ്ടാലും ഇന്റഗ്രൽ 0 to π sin y dy കണ്ടാലും വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ a to b f of x dx equal to മൈനസ് ഇന്റഗ്രൽ b to a f of x dx. ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഒരു മൈനസ് കൊടുത്താൽ മതി. a to b യെ നമുക്ക് b to a എന്ന് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ a to b f of x dx equal to ഇന്റഗ്രൽ a to c f of x dx പ്ലസ് ഇന്റഗ്രൽ c to b f of x dx where a less than or equal to c less than or equal to b. അതായത് എക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് സി എങ്കിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എ മുതൽ സി വരെയും ദെൻ സി മുതൽ ബി വരെയും സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇമ്പോർട്ടന്റ് ഫോർമുല.
integral a to b f of x dx equal to integral a to b f of lower limit plus upper limit minus x എന്ന് എഴുതാം. f of a plus b minus x എന്ന് എഴുതാം. ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് അടുത്ത ഫോർമുല. അത് വെരി ഇമ്പോർട്ടന്റ് വൺ വേർഡ് ക്വസ്റ്റ്യനും ചോദിക്കും. ഇന്റഗ്രൽ 0 to a f of x dx equal to ഇന്റഗ്രൽ 0 to a f of a minus x എന്ന് എഴുതാം. ഇന്റഗ്രൽ 0 to a f of x dx equal to എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to a f of a minus x dx upper limit minus x dx. ഇന്റഗ്രൽ 0 to pi by 2 ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതണം? f of pi by 2 minus x എന്ന് എഴുതുക. ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഷുവർ ആയിട്ട് എക്സാമിനേഷൻ ചോദിക്കും. ഇന്റഗ്രൽ 0 to pi by 2 റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് വൺ ഇന്റഗ്രൽ മൈനസ് a to a f of x dx equal to 0 if the given function is odd. ഈ അകത്തിരിക്കുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് a to a f of x dx ന്റെ വാല്യൂ എന്തായിരിക്കും? 0. എന്താണ് ഓഡ് ഫംഗ്ഷൻ? നമ്മുടെ ഗിവൺ ഫംഗ്ഷനിൽ എക്സിന് മൈനസ് എക്സ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ സാധിച്ചാൽ ആ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. എക്സ് ക്യൂബ്, എക്സ്, എക്സ് റൈസ് ടു 5, സൈൻ എക്സ്, ടാൻ എക്സ് ഇതൊക്കെ ഓഡ് ഫംഗ്ഷന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഓഡ് ആണെങ്കിലാണ് ഇന്റഗ്രൽ വാല്യൂ 0 വരുന്നത്. ഇന്റഗ്രൽ മൈനസ് a to a f of x dx ഈക്വൽ ടു 2 into 0 to a f of x dx എന്ന് എഴുതണമെങ്കിൽ ഗിവൺ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഈവൻ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ഫംഗ്ഷനിൽ എക്സിന് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് തന്നെ കിട്ടിയാൽ അത്തരം ഫംഗ്ഷൻ എന്ത് പറയും? ഈവൻ ഫംഗ്ഷൻ. എക്സ് സ്ക്വയർ, എക്സ് റൈസ് ടു 4, കോസ് എക്സ്, മോഡ് എക്സ്, സീക്ക് എക്സ് ഇതൊക്കെ ഈവൻ ഫംഗ്ഷന് എക്സാമ്പിൾസ് ആണ്. സോ ഈവൻ ഫംഗ്ഷൻ വന്നാൽ ഇന്റഗ്രേഷനിൽ വലിയ നേട്ടമില്ല. മൈനസ് a to a എന്നുള്ളത് 2 into 0 to a എന്ന് എഴുതാം. എന്നാൽ ഓഡ് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഫംഗ്ഷൻ ഒറ്റയടിക്ക് നമുക്ക് ഇന്റഗ്രൽ 0 എന്ന് എഴുതാൻ സാധിക്കും. ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 സൈൻ റൈസ് ടു 7x dx വന്നാൽ ആൻസർ 0. ഇന്റഗ്രൽ മൈനസ് പൈ ടു പ്ലസ് പൈ എക്സ് ഇൻറ്റു കോസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഓഡ്, കോസ് എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ. ഓഡും ഈവനും മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ് ഫംഗ്ഷൻ എന്നാണ്. ആൻസർ എന്ത് കിട്ടും? 0. ഓഡും ഈവനും നമ്പർ അല്ല, ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓഡ് ഫംഗ്ഷനും ഈവൻ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ ഓഡ്. അതുകൊണ്ട് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇന്റഗ്രൽ എന്തായിരിക്കും? 0. മൈനസ് പൈ ടു പ്ലസ് പൈ ആണെങ്കിൽ കേട്ടോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അടുത്ത് 44, 45 താല്പര്യമുള്ളവർ നോക്കുക. വലിയ പ്രാധാന്യമുള്ളതല്ല, നമ്മുടെ എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയും ഇല്ല. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 8 ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുള്ളൂ. അത് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. അത് ചെയ്യുന്നതിന് വേണ്ടി ഈ 2 റിസൾട്ടുമാണ് അറിയേണ്ടത്. ഫസ്റ്റ് വൺ, ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to f of x, x axis and the lines x equal to a and x equal to b is integral a to b y dx. Area of the curve bounded by y equal to f of x, x axis and the lines x equal to a and x equal to b. x varies from a to b ആണെങ്കിൽ area integral a to b y dx അല്ലെങ്കിൽ integral a to b y എന്ന് പറഞ്ഞാൽ f of x dx. Next one, the area of the region bounded by the curve x equal to g of y, y axis and the lines y equal to c, y equal to d. y axis bound ചെയ്തു വരുന്ന ഒരു കർവിന്റെ ഏരിയ y varies from c to d ആണെങ്കിൽ ഫോർമുല ഇന്റഗ്രൽ c to d. y varies from c to d ആണെങ്കിൽ ഫോർമുല ഇന്റഗ്രൽ c to d x dy. x എന്ന് പറയുന്നത് g of y, അതുകൊണ്ട് ഇന്റഗ്രൽ c to d g of y dy എന്ന് പറയാം. ഫസ്റ്റ് ഒന്നാണ് വെരി ഇമ്പോർട്ടന്റ്, മസ്റ്റ് ആയിട്ട് പഠിക്കുക. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഓർഡർ ആൻഡ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ചോദിക്കും. അതാണ് ആദ്യത്തെ കീ പോയിന്റ്. Order of a differential equation is the order of the highest order derivative occurring in the differential equation. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്താണോ അതാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ് ആണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്, ഓർഡർ 3 എന്ന് പറയാം. ഓക്കെ. Next one, degree of a differential equation is the highest power of the highest derivative occurring in the differential equation. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ എക്സ്പോണന്റ് പവർ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിഗ്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഡിഫൈൻഡ് ഇഫ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ ഇൻ ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്.
ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുമ്പോൾ ഈ ഡെറിവേറ്റീവ്സ് പോളിനോമിയൽ ഫോമിലാണെങ്കിൽ മാത്രമേ ഡിഗ്രി ഡിഫൈൻഡ് ആകത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ dy/dx പ്ലസ് സൈൻ dy/dx സൈൻ ഓഫ് dy/dx ഈക്വൽ ടു 0 എന്ന് വന്നാൽ ഈ ഫംഗ്ഷന്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. കാരണം സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അകത്താണ് ഡെറിവേറ്റീവ് വന്നത്. ഇ റൈസ് ടു നകത്ത്, സൈനിനകത്ത്, കോസിനകത്ത് ഡെറിവേറ്റീവ് വന്നാൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ ആൻഡ് ഡിഗ്രി കാണാൻ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് വൺ, the solution of an mth order differential equation consists of m arbitrary constants in the general solution. Arbitrary constants സൊല്യൂഷനിൽ ഉണ്ടെങ്കിൽ അത്തരം സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ സൊല്യൂഷൻ. ആർബിട്രറി കോൺസ്റ്റന്റ് ഇല്ലാത്ത സൊല്യൂഷനെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എത്ര ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും? 3 ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടായിരിക്കും. അതായത് 3 ടൈംസ് ഇന്റഗ്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റൂ. ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ there are 2 ആർബിട്രറി കോൺസ്റ്റന്റ്. എന്ത് ഓർഡർ ആണെങ്കിൽ അതിൽ ആർബിട്രറി കോൺസ്റ്റന്റിന്റെ എണ്ണം m ആയിരിക്കും. നെക്സ്റ്റ്, സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ് ആദ്യം പഠിക്കാനുള്ളത്. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ആക്കി കഴിഞ്ഞാൽ, അതായത് dy യുടെ കൂടെ y യുടെ ടേമും dxന്റെ കൂടെ xന്റെ ടേമും സെപ്പറേറ്റ് ചെയ്താൽ സൊല്യൂഷൻ കാണാൻ ജസ്റ്റ് ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം dy/dx plus py equal to q where p and q are constants or functions of x only is called a linear differential equation. എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? dy/dx plus py equal to q എന്ന ഫോമിലുള്ള ഇക്വേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ. where p and q are constants or functions of x only. y യുടെ ടേമായിട്ട് y എന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. ഇങ്ങനെ വന്നാൽ അത് സോൾവ് ചെയ്യാൻ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്തണം. ആ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുന്ന ഫോർമുല e റൈസ് ടു ഇന്റഗ്രൽ p dx. അല്ലെ, y യുടെ കോഎഫിഷ്യന്റ് ആണ് p. അതിനെ ഇന്റഗ്രേഷൻ ചെയ്യുക, e റൈസ് ടു പവറിൽ കൊടുക്കുക, e റൈസ് ടു ഇന്റഗ്രൽ p dx which is ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. നെക്സ്റ്റ്, സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മോഡൽ എക്സാമിനേഷൻ ചോദിച്ചു ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ. അത് കാണുന്ന ഫോർമുല y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു എന്താണ് ഫോർമുല? ഇന്റഗ്രൽ q ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. നെക്സ്റ്റ്, വാട്ട് ഈസ് എ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx equal to f of x, y is a homogeneous differential equation if f of lambda x, lambda y equal to f of x, y. dy/dx equal to വലതു സൈഡിൽ ഇരിക്കുന്നതാണ് f of x, y. അതിൽ x ന് ലാംഡ എക്സും y ക്ക് ലാംഡ y കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. To solve this we have to put y equal to vx and dy/dx equal to എന്ത് കിട്ടും? ഇതിന്റെ ഡെറിവേറ്റീവ് v plus x into dv/dx. പ്രോഡക്റ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഹോമോജീനിയസ് ആണെങ്കിൽ സോൾവ് ചെയ്യാൻ put y equal to vx കൊടുക്കുക and dy/dx equal to എന്ത് കൊടുക്കുക? v plus x into dv/dx. സോ ഇത്രയുമാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്. നെക്സ്റ്റ് വൺ, സിമ്പിൾ ചാപ്റ്റർ വെക്റ്റർ ഓൾജിബ്ര. പലതും ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് ഓർമ്മ പുതുക്കിയാൽ മാത്രം മതി. ലെറ്റ് p x, y, z then vector of p, പൊസിഷൻ വെക്റ്റർ ഓഫ് ദ പോയിന്റ് p. ഒരു പോയിന്റ് തന്നാൽ അതിന്റെ പൊസിഷൻ വെക്റ്റർ എഴുതാൻ എന്തെഴുതിയാൽ മതി? xi plus yj plus zk. 1, 2, 3 ആണ് p എങ്കിൽ OP എന്ത് വരും? 1i plus 2j plus 3k, where I is the unit vector along x-axis, j is the unit vector along y-axis and k is the unit vector along z-axis. Next, magnitude of vector OP കാണുന്ന ഫോർമുല root of I യുടെ കോഎഫിഷ്യന്റ് സ്ക്വയർ പ്ലസ് j യുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് k യുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ. root of എന്താണ് ഫോർമുല? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. നെക്സ്റ്റ് വൺ, ഇപ്രാവശ്യം മോഡൽ എക്സാമിനേഷൻ ചോദിച്ചു യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ, ദാറ്റ് ഈസ് വെക്റ്റർ എ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ
വെക്ടർ പി ക്യൂ എന്ന് ചോദിച്ചാൽ ഫോർമുല വെക്ടർ പി ക്യൂ ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യൂ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി എന്ന് ചോദിച്ചാൽ ഫോർമുല വെക്ടർ എ പ്ലസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി. നെക്സ്റ്റ് വെക്ടർ പി ക്യൂ കാണുന്ന ഫോർമുല ഒ ക്യൂ മൈനസ് ഒ പി, പൊസിഷൻ വെക്ടർ ഓഫ് ക്യൂ മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് പി. വെരി ഇമ്പോർട്ടന്റ് വൺ. നെക്സ്റ്റ് വൺ, ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദ വെക്ടർ xi പ്ലസ് yj പ്ലസ് zk. ഒരു വെക്ടർ വന്നിട്ട് ഡയറക്ഷൻ റേഷ്യോ എഴുതാൻ പറഞ്ഞാൽ ijkയുടെ കോഎഫിഷ്യൻ, അതാണല്ലോ ഓരോ ആക്സിസിലോട്ടുള്ള ഡയറക്ഷൻ വെക്ടർ. സോ x, y, z ആ വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. ഇനി ഒരു വെക്ടർ തന്നിട്ട് അതിന്റെ ഡയറക്ഷൻ കൊസൈൻ കാണാൻ പറഞ്ഞാൽ ആദ്യം ഡയറക്ഷൻ റേഷ്യോ കാണുക, എന്നിട്ട് ആദ്യത്തെ റേഷ്യോ ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ ഡയറക്ഷൻ കൊസൈൻ കിട്ടി. അതായത് ഒന്നാമത്തെ ഡയറക്ഷൻ കൊസൈൻ എക്സ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അടുത്തത് വൈ ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, നെക്സ്റ്റ് വൺ ഇസഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടറുമായി ബന്ധപ്പെട്ട റിസൾട്ടുകളാണ്. എ ഡോട്ട് ബി ഡെഫിനിഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ, വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടന്റ് വൺ, ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ആൻഡ് ബി കാണുന്ന ഫോർമുല, രണ്ട് വെക്ടറിനിടയ്ക്കുള്ള ആംഗിൾ കാണുന്ന ഫോർമുല കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ magnitude of A into magnitude of B. Next one, two vectors A and B are perpendicular, then A dot B equal to 0. Perpendicular ആകുമ്പോൾ ഈ ആംഗിൾ 90, cos 90 0. ഇത് cos multiply A dot B equal to എന്ത് കിട്ടും? 0. Next one, another important result. Projection of vector A on vector B is A dot B by magnitude of B. Projection of വെക്ടർ ബി ഓൺ വെക്ടർ എ ആണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. നെക്സ്റ്റ് വൺ, ഇഫ് എ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k, വെക്ടർ ബി ഈക്വൽ ടു b1i പ്ലസ് b2j പ്ലസ് b3k, then a ഡോട്ട് ബി ഈക്വൽ ടു, രണ്ട് വെക്ടർ തന്നാൽ എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കാണും? ഐയുടെയും കോഎഫിഷ്യൻ മൾട്ടിപ്ലൈ ചെയ്യുക, a1 ഇൻറ്റു b1 പ്ലസ് a2 ഇൻറ്റു b2 പ്ലസ് a3 ഇൻറ്റു b3. ഐയുടെയും കോഎഫിഷ്യൻ പ്ലസ് ജെയുടെയും കോഎഫിഷ്യൻ പ്ലസ് കെയുടെയും കോഎഫിഷ്യൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ഡോട്ട് ബി. നെക്സ്റ്റ് ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1, ജെ ഡോട്ട് ജെ 1, കെ ഡോട്ട് കെ 1. കാരണം എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ എന്നാണ്. അപ്പൊ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐയുടെ സ്ക്വയർ. ഐ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ 1 ആയതുകൊണ്ട് ഐ ഡോട്ട് ഐയുടെ വാല്യൂ എന്താണ്? 1. സോ ഐ ഡോട്ട് ഐ ഈക്വൽ ടു ജെ ഡോട്ട് ജെ ഈക്വൽ ടു കെ ഡോട്ട് കെ ഈക്വൽ ടു 1. എന്നാൽ ഐ ഡോട്ട് ജെ ഈക്വൽ ടു ജെ ഡോട്ട് കെ ഈക്വൽ ടു കെ ഡോട്ട് ഐ ഈക്വൽ ടു 0. റീസൺ ഐയും ജെയും എന്താണ്? പെർപെൻഡിക്കുലർ വെക്ടർ. രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0. അതുകൊണ്ടാണ് ഐ ഡോട്ട് ജെ ഈക്വൽ ടു ജെ ഡോട്ട് കെ ഈക്വൽ ടു കെ ഡോട്ട് ഐ ഈക്വൽ ടു 0 വരാൻ കാരണം. നെക്സ്റ്റ് എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ. അതുകൊണ്ട് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി, അതിനെങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ. ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ഡോട്ട് ബി ഈക്വൽ ടു എന്താണ്? ബി ഡോട്ട് എ ആണ്. നെക്സ്റ്റ് എ ഡോട്ട് ബി പ്ലസ് സി, അതിനെങ്ങനെ എഴുതാം? എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ അവസാനം പറഞ്ഞതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. എ ഡോട്ട് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ, അത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വെക്ടർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ഫോർമുലാസ്. ഫസ്റ്റ് വൺ, എ ക്രോസ് ബി ഈക്വൽ ടു ഡെഫിനിഷൻ magnitude of A into magnitude of B into sin theta n cap. വെക്ടർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ അത് കാണാതെ പഠിക്കേണ്ട ഒരു ഫോർമുല അല്ല. എന്നാൽ താഴോട്ടുള്ളത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ പാരലൽ, then എ ക്രോസ് ബി 0. രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി 0, പാരലൽ ആണെങ്കിൽ എ ക്രോസ് ബി ഈക്വൽ ടു 0. A vector which is perpendicular to A and B, എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ എ ക്രോസ് ബി കണ്ടെത്തിയാൽ മതി. വെരി ഇമ്പോർട്ടന്റ് വൺ. നെക്സ്റ്റ്, യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എ ക്രോസ് ബി എങ്കിൽ അതിന്റെ യൂണിറ്റ് വെക്ടർ എന്തായിരിക്കും? എ ക്രോസ് ബി ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി എന്ന് ചോദിച്ചാൽ ഫോർമുല എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി. വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. നെക്സ്റ്റ് വൺ, ഏരിയ ഓഫ് ദ പാരലലോഗ്രാം whose adjacent sides with the vectors a and b is magnitude of a cross b. ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സിന്റെ വെക്ടേഴ്സ് എയും ബിയും ആണെങ്കിൽ ഏരിയ കാണുന്ന ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. മോഡൽ എക്സാമിനേഷന് ചോദിച്ചു, പബ്ലിക് എക്സാമിനേഷനും പ്രതീക്ഷിക്കുന്നു. എയും ബിയും അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആണെങ്കിൽ ഏരിയ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി. നെക്സ്റ്റ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി ക്രോസ് എ സി. ആ ഓർഡർ മനസ്സിലാക്കുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, എ എന്ന പോയിന്റ്, ബി എന്ന പോയിന്റ്, സി എന്ന പോയിന്റ് തന്നിരുന്നാൽ നമ്മൾ ഏരിയ കാണുന്ന ഫോർമുല എന്താണ്? ഹാഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ബി ക്രോസ് വെക്ടർ എ സി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫോർമുല. നമ്മൾ ഇതുവരെ എ ക്രോസ് ബി എന്ന് പറഞ്ഞുവെങ്കിലും അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ല. ആ ഫോർമുലയാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് വെക്ടർ എ ഈക്വൽ ടു a1i പ്ലസ് a2j പ്ലസ് a3k, വെക്ടർ ബി ഈക്വൽ ടു b1i പ്ലസ് b2j പ്ലസ് b3k, then എ ക്രോസ് ബി കാണുന്ന ഫോർമുല ഡിറ്റർമിനന്റ്. വെക്ടർ പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് കാണുന്ന ഫോർമുല ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ ijk, സെക്കൻഡ് റോയിൽ ഈ എ എന്ന വെക്ടറിന്റെ കോഎഫിഷ്യൻസ് സ്കേലാർ കമ്പോണൻസ് a1 a2 a3. അടുത്ത തേർഡ് റോയിൽ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് ijkയുടെ കോഎഫിഷ്യൻസ് b1 b2 b3. ഇത് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വെക്ടർ ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ എ ക്രോസ് ബി വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ഓടി വരണം ഡിറ്റർമിനന്റ് ijk, ആദ്യത്തെ വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് സെക്കൻഡ് റോ, രണ്ടാമത്തെ വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് തേർഡ് റോയിൽ എഴുതുക. എ ക്രോസ് എ ഈക്വൽ ടു എന്താണ്? 0. രണ്ട് റോ ഐഡന്റിക്കൽ ആണെങ്കിൽ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ടാണ് എ ക്രോസ് എ 0 എന്ന് പറയുന്നത്. എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ അല്ല, എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ. ഈ റിസൾട്ടുകൾ ഓർത്തിരിക്കുക, അത്ര മാത്രം. ഇത്രയുമാണ് വെക്ടർ ഓൾജിബ്ര എന്ന ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് കീ പോയിന്റ്സ്. നെക്സ്റ്റ്, ചാപ്റ്റർ നമ്പർ 11. 2023 സിലബസിൽ ഒത്തിരി പോർഷൻസ് ഈ ചാപ്റ്ററിന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം പഠിക്കാൻ ഉള്ള ആവശ്യമുള്ള ഫോർമുലാസ് മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് കീ പോയിന്റ്, ഇഫ് ആൽഫ ബീറ്റ ഗാമ ആർ ദ ഡയറക്ഷൻ ആംഗിൾസ് ഓഫ് എ ലൈൻ മേക്സ് വിത്ത് x, y and z axis respectively, then direction cosines are cos alpha, cos beta, cos gamma. If alpha, beta, gamma are the direction angles, then direction cosines are cos alpha, cos beta and cos gamma. They are denoted by L, M, N. But direction angles തന്നാൽ direction cosine കാണുന്ന ഫോർമുല L equal to cos alpha, M equal to cos beta, N equal to cos gamma. Next one, any 3 numbers which are proportional to direction cosines are called direction ratios of a line. Definition ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ, എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1. ഇത് മൂന്നും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്താൽ ആൻസർ എന്തായിരിക്കും? 1. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടന്റ് വൺ, ഫോർത്ത് വൺ, ഇഫ് എ കോമ ബി കോമ സി ആർ ദ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ, then direction cosines are a by root a square plus b square plus c square. Second one, this one, b by root a square plus b square plus c square. Third one, c by root a square plus b square plus c square. ഇപ്പോൾ 1 2 3 ഡയറക്ഷൻ റേഷ്യോസ് ആണെങ്കിൽ 1, 2, 3 ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈൻ കാണുന്ന ഫോർമുല 1 by root of 1 square plus 2 square plus 3 square. അടുത്ത ഡയറക്ഷൻ കൊസൈൻ 2 by root of 1 square plus 2 square plus 3 square. അടുത്തത് എന്തായിരിക്കും? 3 by root of 1 square plus 2 square plus 3 square. Next one, important one, direction ratios of a line joining the points x1, y1, z1 and x2, y2, z2. രണ്ട് പോയിന്റ്സ്
കണക്ട് ചെയ്യുന്നുള്ള ലൈൻസ് 2 പോയിന്റ്, ഒരു ലൈൻ സെഗ്മെന്റിൽ 2 പോയിന്റ് ആണ് തന്നിട്ടുള്ളത് എങ്കിൽ ആ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ കാണുന്ന ഫോർമുല x2 - x1, y2 - y1, z2 - z1. x കോർഡിനേറ്റുകൾ സബ്ട്രാക്ട് ചെയ്യുക, y കോർഡിനേറ്റ് സബ്ട്രാക്ട് ചെയ്യുക, z കോർഡിനേറ്റ് സബ്ട്രാക്ട് ചെയ്യുക. എന്ത് കിട്ടി? ഡയറക്ഷൻ റേഷ്യോസ്. ഒരു ലൈൻ സെഗ്മെന്റിലെ 2 പോയിന്റ് തന്നിരുന്നാൽ ആ ലൈൻ സെഗ്മെന്റിന്റെ ഡയറക്ഷൻ റേഷ്യോ കാണുന്ന ഫോർമുല x2 - x1, y2 - y1, z2 - z1. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവയുടെ ഡയറക്ഷൻ കൊസൈൻസും കിട്ടും. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടന്റ് വൺ. ഇക്വേഷൻ ഓഫ് എ ലൈൻ through a given point with the position vector A and parallel to a given vector B is vector R equal to A plus lambda B. സ്പേസിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാൻ 2 ഡാറ്റാസ് വേണം. ഒന്ന് തന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ, അതാണ് വെക്റ്റർ എ. നമുക്ക് കാണേണ്ട ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്റ്റർ ആണ് ബി എങ്കിൽ required equation of the line is vector R equal to A plus lambda B. A is the position vector of the given point, B is the parallel vector. So വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഈ ഒരൊറ്റ ഫോർമുല നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളൂ. വെക്റ്റർ R equal to A plus lambda B. ഇത് വെക്റ്റർ ഫോം. ഇതിന്റെ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത് x minus x1 by A equal to y minus y1 by B equal to z minus z1 by C. where x1 y1 z1 എന്ന് പറയുന്നത് തന്നിട്ടുള്ള പോയിന്റ് A B C are the direction ratios of parallel vector. B എന്ന വെക്ടറിലെ ijk യുടെ കോഎഫിഷ്യൻസ് അതാണ് A, B, C. They are called direction ratios. Next one, important one. Angle between the lines vector R equal to A1 plus lambda B1 and vector R equal to A2 plus mu B2 is cos theta equal to B1 dot B2 by magnitude of B1 into magnitude of B2. രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ തന്നാൽ ആംഗിൾ കാണുന്ന ഫോർമുല cos theta equal to B1 dot B2 by magnitude of B1 into magnitude of B2. എന്നാൽ ലൈനിന്റെ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഫോമിൽ തന്നാൽ ആംഗിൾ കാണുന്ന ഫോർമുല cos theta equal to A1 A2 plus B1 B2 plus C1 C2 by root of A1 square plus B1 square plus C1 square into root of A2 square plus B2 square plus C2 square. ഇതാണ് കാർട്ടീഷ്യൻ ഫോം. ഇതിന്റെ താഴെ ഇരിക്കുന്നതാണ് A1 B1 C1. രണ്ടാമത്തെ ലൈനിലെ താഴെ ഇരിക്കുന്നതാണ് A2 B2 C2. ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാലും നമുക്ക് ആംഗിൾ കാണാം. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ 1 ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മസ്റ്റ് ആയിട്ട് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. നെക്സ്റ്റ് വൺ, 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ then A1 A2 plus B1 B2 plus C1 C2 0. Sum of product of direction ratios equal to എന്തായിരിക്കും? 0. കാരണം cos theta ഇത് 90 ആകുമ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരും. അതായത് ദിസ് ടൈം ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ കണ്ടീഷൻ A1 A2 plus B1 B2 plus C1 C2 ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ, 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല, ലാസ്റ്റ് ഫോർമുല. Shortest distance between the lines vector R equal to A1 plus lambda B1 and vector R equal to A2 plus mu B2. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ വെക്റ്റർ ഫോമിൽ തന്നിരുന്നാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഫോർമുല B1 cross B2 dot A2 minus A1 by magnitude of B1 cross B2. അറിയാമല്ലോ, ലാംഡയുടെ കൂടെ ഇരിക്കുന്നതാണ് B1, മ്യൂവിന്റെ കൂടെ ഇരിക്കുന്നതാണ് B2. ആദ്യം ഇരിക്കുന്ന വെക്ടേഴ്സ് ആണ് A1ഉം A2. അപ്പോൾ ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടെത്തുന്നതിന് വേണ്ടി ഈ പറയുന്ന സംഗതികൾ ആദ്യം കണ്ടെത്തുക. B1 ക്രോസ് B2 കാണുക, A2 മൈനസ് A1 കാണുക, ദെൻ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുക, എന്നിട്ട് ഇവ നമ്മൾ ഡോട്ട് എടുക്കുക. സോ എന്താണ് ഫോർമുല? ഇപ്പൊ തന്നെ പഠിച്ചോളൂ. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2.